Assalamu alaikum. Hi my children. How are you all? Are you fine? Okay, we can start the class by saying dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. Okay, we started a chapter name energy. അല്ലേ? അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇന്ന് സോഴ്സസ് ഓഫ് എനർജി എന്ന ഒരു പോർഷനാണ് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് കോൾഡ് സോഴ്സസ് ഓഫ് എനർജി? The main sources of energy are in the earth are the sun, wind and water. What are the main sources of energy? അതായത് sun, then wind and water. അപ്പോൾ നമ്മുടെ എർത്തിലുള്ള മെയിൻ സോഴ്സസ് ഓഫ് എനർജി ഏതൊക്കെയാണ്? Sun, wind and water. These are the main sources of energy. The sun gives what? We get heat and light from the sun. Then the energy that we get from the sun is known as solar energy. അപ്പോൾ എന്താണ് സോളാർ എനർജി എന്ന് പറഞ്ഞാൽ? The energy we get from the sun is called solar energy. Plants use this solar energy to prepare food. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചു ക്ലാസ് മുതലേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് എന്ത്? Plants use solar energy to prepare their food. Okay, അപ്പോൾ എന്താണ്? The main sources of energy on the earth are the sun, wind and water. Then we get energy from the sun is called solar energy. അപ്പം സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? സോളാർ എനർജി എന്ന് വിളിക്കുന്നു. Then plants use this solar energy to prepare food. Okay, then the food that plants prepare have energy stored in the form of chemical form. എന്താണ്? Plants use this energy to prepare food and they stored in the form of chemical form. അപ്പോൾ എന്താണ്? പ്ലാന്റ്സ് ഈ എനർജി അബ്സോർബ് ചെയ്ത് എന്ത് മേക്ക് ചെയ്യുന്നു? ഫുഡ് മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ എനർജി അവർ എന്ത് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? കെമിക്കൽ ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പ്ലാന്റ്സ് use this solar energy to prepare food and it is stored in the form of chemical form. Okay, then when animals eat the food from the plants, അതായത് നമ്മൾ അല്ലേ, നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുഡായി അബ്സോർബ് ചെയ്യുന്നു അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് എന്താക്കുന്നു? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ദിസ് മെക്കാനിക്കൽ എനർജി ആസ് എന്തിനാണ്? ഹെൽപ്പ് us ടു വാക്ക്, റൺ ആൻഡ് ഡു അവർ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്താണ്? പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? സോളാർ എനർജി അബ്സോർബ് ചെയ്ത് എന്താക്കി മാറ്റുന്നു? കെമിക്കൽ ഫോം ആക്കി സ്റ്റോർ ചെയ്യുന്നു അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആനിമൽസ് എന്ത് ചെയ്യുന്നു? ഈ കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് എന്താക്കുന്നു? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അപ്പോൾ ആനിമൽസ് കൺവേർട്ട് ദിസ് കെമിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ സോളാർ എനർജി ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ദേ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ ഫോം ആൻഡ് വി യൂസ് ദിസ് കെമിക്കൽ എനർജി ആൻഡ് വി ചേഞ്ച് ദിസ് കെമിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അതിന് നമുക്ക് എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാക്ക്, റൺ, ക്ലൈംബ് ആൻഡ് പെർഫോം അതർ ആക്ടിവിറ്റീസ്. ഓക്കെ, then solar energy has heat and light energy. ഇപ്പോൾ സോളാർ എനർജിക്ക് വേറെ ഏതൊക്കെ എനർജിയാണുള്ളത്? എന്താണ്, ഏതൊക്കെ എനർജിയാണ് സോളാർ എനർജിക്കകത്തുള്ളത്? ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി. സോളാർ എനർജി ക്യാൻ ഓൾസോ ബി യൂസ് ടു ജനറേറ്റ് ഇലക്ട്രിക്കൽ എനർജി. ഇപ്പം എന്താണ്? സോളാർ എനർജി ഉപയോഗിച്ച് എന്തുണ്ടാക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നു. സോളാർ എനർജിക്കകത്ത് എന്തൊക്കെയാണുള്ളത്? ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ എന്താണ്? ദ മെയിൻ സോഴ്സസ് ഓഫ് എനർജി ഓൺ ദ എർത്ത് ആർ ദ സൺ, വിൻഡ് ആൻഡ് വാട്ടർ. അപ്പോൾ സണ്ണിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. പ്ലാന്റ്സ് അബ്സോർബ് ദി സൺലൈറ്റ് ആൻഡ് the energy that stored in the sun are called solar energy and this solar energy plants absorb ചെയ്ത് എന്താക്കുന്നു? കെമിക്കൽ ഫോമിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആനിമൽസ് എന്ത് ചെയ്യുന്നു? ഈ കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് എന്താക്കുന്നു? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഈ മെക്കാനിക്കൽ എനർജി വി യൂസ് ടു ഡു അവർ ആക്ടിവിറ്റീസ്. ഓക്കെ, then heat and light energy is present in the solar energy. Okay, then
solar energy is also to generate electrical energy. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ എന്ത് ഉപയോഗിക്കുന്നു? സോളാർ എനർജി ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിൻഡ്. all of you read the textbook well, then we can understand more about this fact. Okay, next wind ആണ്. Moving air is known as wind. What is called wind? Moving air is called wind. Okay, then it helps us sailboats and flying kites. Then the energy possessed by wind is known as wind energy. അപ്പോൾ എന്താണ് wind energy എന്ന് പറഞ്ഞാൽ? The energy possessed by wind is called wind energy. Okay, then it is used for running windmills which generate electricity. അപ്പോൾ wind എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിൻഡ് ഉപയോഗിച്ച് എന്തിനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്? വിൻഡ് മിൽസ് ആൻഡ് വിച്ച് ജനറേറ്റ് എന്താണ്? ഇലക്ട്രിസിറ്റി. ഇപ്പം വിൻഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ലേ, വിൻഡ് മിൽസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? എന്താണ്? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കോൾഡ് വിൻഡ്? മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ് ആൻഡ് ദ എനർജി പൊസസ്ഡ് ബൈ വിൻഡ് ഈസ് നോൺ ആസ് വിൻഡ് എനർജി. ദെൻ വിൻഡ് വി യൂസ് ടു എന്താണ്? we used to running windmills and windmills are from this we get electricity. അപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി? വിൻഡ് മിൽസിൽ നിന്ന് നമ്മൾ വിൻഡ് ഉപയോഗിച്ച് വിൻഡ് മിൽസിനെ എന്ത് ചെയ്യുന്നു? റൺ ചെയ്യിപ്പിക്കുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ഇലക്ട്രിസിറ്റി കിട്ടുന്നു. അപ്പം വിൻഡ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നെക്സ്റ്റ് പോർഷൻ ഈസ് വാട്ടർ. അപ്പം ദ മെയിൻ സോഴ്സസ് ഓഫ് എനർജി ഓൺ ദ എർത്ത് ഇസ് സൺ, ദെൻ വിൻഡ് ആൻഡ് നെക്സ്റ്റ് ഈസ് വാട്ടർ. അപ്പോൾ വാട്ടറിന് എന്താണ്? വാട്ടർ is also used to produce electricity. അല്ലേ? എനർജി വാട്ടറും നമ്മൾ വാട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് മെയിനായിട്ടും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ലൈക്ക് വിൻഡ് മൂവിങ് വാട്ടർ ഓൾസോ ഹാസ് ഗ്രേറ്റ് ഫോഴ്സ്. എന്താണ്? കാറ്റ് പോലെ തന്നെ എന്താണ്? മൂവിങ് വാട്ടറിന് എന്തുണ്ട്? ഗ്രേറ്റ് ഫോഴ്സ് ഉണ്ട്. അല്ലേ? വി ബിൽഡ് ഡാംസ് ഓവർ റിവേഴ്സ് ടു കൺവേർട്ട് ദ എനർജി ഓഫ് വാട്ടർ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പം നമ്മൾ എന്താണ്? എനർജി ഓഫ് വാട്ടറിനെ അല്ലേ, എനർജി ഓഫ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ബൈ ദ ആക്ഷൻ ഓഫ് ഡാംസ്. അല്ലേ? അപ്പം എന്താണ്? വാട്ടറിൻ്റെ എനർജി ഓഫ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ബൈ ദ ആക്ടിവിറ്റി ഓഫ് ഡാം. അതായത് റിവറിൻ്റെ മുകളിൽ എന്താണ്? ഡാമുകൾ നിർമ്മിച്ച് വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം വി ബിൽഡ് ഡാംസ് ഓവർ റിവേഴ്സ് ടു കൺവേർട്ട് ദ എനർജി ഓഫ് വാട്ടർ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. മൂവിങ് വാട്ടർ ഈസ് അലൗഡ് ടു ഫോൾ ഫ്രം എ ഗ്രേറ്റ് ഹൈറ്റ് ഓൺ ടർബൈൻസ്. അപ്പം എന്താണ്? ഡാമുകളിൽ എന്താണ്? റിസർവോയറുകൾ നിർമ്മിച്ചിട്ട് എന്താണ്? ടർബൈൻസ്. അല്ലേ? ടർബൈൻസിനകത്ത് ഈ വെള്ളം ഒരുപാട് ഹൈറ്റിൽ നിന്നും വളരെ ശക്തിയായിട്ട് വെള്ളം എവിടെ പതിക്കുന്നു? ഈ ടർബൈൻസിൽ വന്ന് പതിക്കുന്നു. ദെൻ ദ ആക്ഷൻ ഓഫ് ദീസ് ടർബൈൻസ് ഹെൽപ്പ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക്കൽ എനർജി. അങ്ങനെയാണ് എന്ത്? നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായത് എന്താണ്? വാട്ടർ മൂവിങ് വാട്ടർ ഓൾസോ ഹാസ് ഗ്രേറ്റ് ഫോഴ്സ്. വി ബിൽഡ് ഡാംസ് ഓവർ റിവേഴ്സ് ടു കൺവേർട്ട് ദ എനർജി ഓഫ് വാട്ടർ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ബൈ ദ ആക്ഷൻ ഓഫ് ഡാംസ്. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ. അപ്പം മെയിൻ സോഴ്സസ് ഓഫ് എനർജി വാട്ടർ ഓൺ ദ എർത്ത് ദ സൺ, വിൻഡ് ആൻഡ് വാട്ടർ. ഇനി അതർ സോഴ്സസ് ഓൾസോ ദേ ആർ ഫ്യൂവൽ. എന്താണ് ഫ്യൂവൽ? എന്താണെന്ന് നമുക്ക് നോക്കാം. സർട്ടൻ സബ്സ്റ്റൻസ് ഹാവ് വെരി ഹൈ എനർജി സ്റ്റോർഡ് ഇൻ ദം. ഫോർ എക്സാമ്പിൾ വുഡ്, coal, petrol, natural gas and kerosene, oil are a few such substances that give heat energy on burning. അതായത് കത്തുമ്പോൾ വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി സോഴ്സസ് ഏതൊക്കെയാണ്? വുഡ്, കോൾ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് കെറസിൻ. നമുക്ക് എല്ലാവർക്കും അറിയാലേ, വുഡ് കത്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഹീറ്റ് എനർജി നമുക്ക് കിട്ടുന്നു. അല്ലേ? അതുപോലെ കോള്, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് കെറസിൻ ആർ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് to produce heat energy on burning. The heat generated by these substances is used for cooking food. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം?
നമ്മളിപ്പോൾ തടി വിറക് കത്തിക്കുന്നു. അപ്പം വിറക് കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിൽ നിന്ന് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നു. ഓക്കെ. ഓൺ ഹീറ്റിംഗ് വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു അല്ലേ. ആൻഡ് റണ്ണിങ് മെഷീൻസ് ലൈക്ക് കാർ, ബസ്, ഓട്ടോറിക്ഷ ആൻഡ് റെയിൽവേ എൻജിൻസ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ആവശ്യമായ എനർജി വേണം. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്യൂൾസ് ലൈക്ക് പെട്രോൾ ആൻഡ് കോൾ എക്സെട്ര. ഓക്കെ. ദെൻ വി യൂസ് നാച്ചുറൽ ഗ്യാസ് ടു പ്രിപ്പയർ. എന്തിനാണ്? പ്രിപ്പയർ ഫുഡ്. Then fuels also produce electrical energy on burning. Electricity is used for lighting bulbs and tube lights. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിലുള്ള ബൾബുകളും ലൈറ്റുകളും എല്ലാം എന്ത് ചെയ്യണം? കത്തണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇലക്ട്രിസിറ്റി വേണം അല്ലേ. Then running electrical appliances such as hot plates, microwave ovens, fans, then electric mixers, refrigerators and the air conditioning. ഇതിനെല്ലാം എന്താണ് വേണ്ടുള്ളത്? ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. നമ്മൾ ഈ ഇലക്ട്രിസിറ്റി നമ്മൾ ഇവർക്കെല്ലാം കൊടുക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? അവിടെ നമ്മളിപ്പോൾ ടി വി സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ എന്തൊക്കെ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട് എനർജിയും ലൈറ്റ് എനർജിയും കിട്ടുന്നു അല്ലേ. നമ്മൾ ടി വി ഓൺ ആകുമ്പോഴത്തേക്ക് അവിടെ സൗണ്ട് എനർജി വരുന്നു, ലൈറ്റ് എനർജി വരുന്നു, നമുക്ക് എന്ത് പറ്റുന്നു? ടി വി കാണാൻ പറ്റുന്നു. അപ്പോൾ എന്താണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്? ഇലക്ട്രിസിറ്റിയാണ് അല്ലേ. There are different forms of energy that can be converted from one form into another. അപ്പോൾ എനർജി എന്താണ്? ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ഫോർ എക്സാമ്പിൾ, എ ടെലിവിഷൻ ഈസ് സ്വിച്ച്ഡ് ഓൺ, ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി ആൻഡ് സൗണ്ട് എനർജി. ഓക്കെ. അതുപോലെ നമ്മൾ ബേണിംഗ് വുഡ് കെമിക്കൽ എനർജി സ്റ്റോർഡ് പറഞ്ഞിരുന്നു അല്ലേ. അതായത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന ഈ സോളാർ എനർജി അത് എന്ത് ഫോമിലാണ് വെക്കുന്നത്? കെമിക്കൽ എനർജി. ഈ കെമിക്കൽ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർഡ് ഇൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഓൺ ബേണിംഗ് ഈ കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്തേക്കുന്ന ഈ പ്ലാന്റ്സ്, അതായത് ഈ വുഡ് എന്തായി മാറുന്നു? കെമിക്കൽ എനർജി, ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ. ദെൻ കൺസർവേഷൻ ഓഫ് എനർജി. Every day we use energy for different purposes such as heating water, cooking food, moving from one place to another. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നടന്നു പോകുന്നതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി വി നീഡ് അല്ലേ. ആൻഡ് ലൈറ്റിംഗ് ബൾബ്, സം ലിമിറ്റഡ് സോഴ്സസ് ഓഫ് എനർജി ലൈക്ക് ഫ്യൂൽസ്, ഇറ്റ് ഈസ് കൺസ്യൂംഡ് ഇൻ എക്സസ്. നമ്മൾ വിചാരിക്കുന്നു ഈ എനർജി എല്ലാം നമുക്ക് എക്സസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു, അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഓവറായിട്ട് യൂസ് ചെയ്താൽ എന്താണ്? ഇതെല്ലാം നമുക്ക് എന്ത് പറ്റും? ഇത് കിട്ടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. സോ വി മസ്റ്റ് എന്താണ്? കീപ് ദിസ് എനർജി ടു സേവ്. ഓക്കെ. ഹൗ ഡു വി ക്യാൻ സേവ് എനർജി? നമുക്ക് എങ്ങനെയൊക്കെ ഈ എനർജി സേവ് ചെയ്യാൻ പറ്റും? ഡു നോട്ട് സ്വിച്ച് ഓൺ ലൈറ്റ് ഡ്യൂറിങ് ദ ഡേ. ഓപ്പൺ വിൻഡോസ് ആൻഡ് ഡോർസ് ടു ലെറ്റ് ദ സൺലൈറ്റ് ഇൻ. അപ്പം എന്താണ്? നമ്മൾ ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇരുട്ടടഞ്ഞ് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് പറ്റും? നമ്മൾ ലൈറ്റ്സ് എല്ലാം ഡേ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലൈറ്റ് ഡോർസ് എല്ലാം അടച്ച് ഇരിക്കാൻ പാടുണ്ടോ? ഇല്ല. ഡേ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്വിച്ച് ഓഫ് ഓൾ ദ ലൈറ്റ് ആൻഡ് ടു ഓപ്പൺ ഡോർസ് ആൻഡ് വിൻഡോസ് ആൻഡ് ദ സൺലൈറ്റ് എൻ്റർ ദ ഹൗസ്. അപ്പം നമുക്ക് എന്ത് പറ്റുന്നു? അത്രയും എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. ഇലക്ട്രിസിറ്റി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. Then switch off light, fan and other electrical appliances when not in use. ഉപയോഗത്തിൽ ഇല്ലാത്ത ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാനും ലൈറ്റും എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യണം. ഓക്കെ. Then do not travel short distances in a car or on a motorcycle. Instead walk or ride a bicycle. Use public transport to save fuel. അതായത് നമ്മളിപ്പോൾ അടുത്തുള്ള നമുക്ക് ഒരു സ്ഥലത്ത് പോകണം, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിന് കാർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പോകാം, അതല്ലെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നടന്ന് പോകാം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കണം. ഓക്കെ. യൂസ് എ സോളാർ കുക്കർ ടു കുക്ക് ഫുഡ്. അപ്പോൾ സോളാർ കുക്കർ ഉപയോഗിച്ച് ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറ്റുന്നു? ഇലക്ട്രിസിറ്റി നമുക്ക് സേവ് ആവുന്നു, അതുപോലെ ഗ്യാസ് സേവ് ആവുന്നു, അതുപോലെ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാകുന്നു. യൂസ് ഓൾട്ടർനേറ്റീവ് എനർജി സച്ച് എസ് സോളാർ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി ആൻഡ് വിൻഡ് എനർജി ടു ഹെൽപ്പ് us കൺസർവ് അതർ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ലൈക്ക് കോൾ ആൻഡ് പെട്രോൾ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. എല്ലാവരും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. ടെക്സ്റ്റ് നന്നായി റീഡ് ചെയ്ത് നോക്കുക. നോട്ട്സ് ഐ വിൽ സെൻഡ് ഇൻ യുവർ വാട്സപ്പ്. ദെൻ ഓൾ യു റൈറ്റ് ഇൻ യുവർ ഓൾ നോട്ട് ആൻഡ് സ്റ്റഡി വെൽ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.